കച്ചവടക്കാരനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കേറി വരുമ്പോ ലാഭം വീതിക്കായിരുന്നോ അതോ പുതിയ പദ്ധതികൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യായിരുന്നോ? വീട്ടിൽ വന്ന പുതിയ അതിഥിയെ കുറിച്ച് സൂര്യ അല്പം മോശമായിട്ട് സംസാരിച്ചപ്പോ അവനെ തിരുത്താൻ ശ്രമിച്ചവനായി ഞാൻ. പക്ഷെ അത് വേണ്ടായിരുന്നെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നീയൊന്നും ഒരു ദയ അർഹിക്കുന്നില്ല. വാട്ട് യു മീൻ? ഓ, ദയ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ഈ സൂര്യ, അതായത് നിന്റെ ഫ്രണ്ട്, എന്നെ അങ്ങ് ശപിച്ചില്ലാതാക്കുമെന്നാണോ? അതോ എന്റെ മമ്മിയും ഡാഡിയും ഒക്കെ അങ്ങ് കൈകാര്യം ചെയ്ത് കളയുമെന്നാണോ? വിവേകേ, ഇതിപ്പോ നീയും നിന്റെ കൂട്ടുകാരനും കൂടി വേറെ ഏതോ രീതിയിൽ നശിപ്പിക്കാൻ തീരുമാനിച്ചൊരു ഫംഗ്ഷൻ അതിനു മുമ്പ് വേറെ ഒരുത്തി നശിപ്പിച്ചു, അതല്ലേ സംഭവിച്ചേ? അതോ ഗംഗയെ കൊണ്ട് തന്നെ ഇത് തീരുമെന്ന പ്രതീക്ഷയായിരുന്നു രണ്ടുപേർക്കും? മതി. നാണുണ്ടോടാ നിനക്ക്? ഈ കുടുംബം നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നല്ലേ മാസം ശമ്പളം എണ്ണി വാങ്ങിക്കുന്നത്? അതുകൊണ്ടല്ലേ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നത്? അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു നന്ദിയെങ്കിലും ഈ കുടുംബത്തോട് കാണിക്കേണ്ടതല്ലേ നിങ്ങള്? അങ്ങനെയൊക്കെ നിന്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ദാ ഇവളെ ന്യായീകരിച്ച് കൂടെ നിൽക്കില്ലായിരുന്നു. എത്ര ദിവസം എടുത്ത് നിങ്ങൾ ഇവളെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇവള് കുറ്റവാളിയാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ആ ക്രിമിനൽ ഗംഗയുടെ കൂട്ടാളിയായ കുറ്റവാളി യതീന്ദ്രൻ അങ്കിൾ പോലീസ് സ്റ്റേഷനിൽ പോയതിനും ഇനി ജയിലിൽ പോയാലും ഒരൊറ്റ കാരണക്കാരിയേ ഉള്ളൂ. അത് ദേ ഇവളാ, ഈ വേലക്കാരി നന്ദിനി. നന്ദിനി, ഈ പറഞ്ഞു നോക്കിയിട്ട് കരയാതെ നന്ദിനി. ഇവിടേക്ക് പിടിച്ച് നീ ഒളിക്കാൻ പോവാണോ? നന്ദിനി, ഇവളുടെയൊക്കെ മുന്നിൽ തല കുനിച്ച് കൊടുക്കരുത് നീ. ഇനി എന്തെങ്കിലും പറഞ്ഞ അതേപോലെ അങ്ങ് തിരിച്ചു കൊടുത്തേക്കണം. ഹരിത പറഞ്ഞത് ഈ കുടുംബത്തിന്റെ തീരുമാനം, പത്മ മാഡത്തിന്റെ തീരുമാനം. അവരെന്നെ ഒറ്റപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. എല്ലാത്തിനും കാരണം നന്ദിനി മാത്രം. ഗുഡ് മോർണിംഗ് സാർ. വക്കീലേ, ഇരിക്കൂ. സാർ, ഞാൻ സൂര്യ, യതീന്ദ്രദാസിന്റെ മകനാ. അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. അദ്ദേഹത്തിനെ എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ഒരു പ്രതി എന്ന നിലയിലല്ല ഞാൻ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത്. അറിഞ്ഞു സാർ, താങ്ക്സ്. ഞങ്ങൾ അച്ഛൻ്റെ ജാമ്യത്തിന് വേണ്ടി സാർ അത് സാർ നോക്കൂ, ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ സീനിയർ ഓഫീസേഴ്സിനെ വിളിച്ചിരുന്നു. ബിക്കോസ് ഈ വിഗ്രഹമോഷണം എന്ന് പറയുന്നത് ഒരു അന്തർസംസ്ഥാന കുറ്റമാണ്. പക്ഷേ സാർ, അദ്ദേഹം നിരപരാധിയായിരിക്കാം. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. പക്ഷേ അവർ രണ്ടുപേർ, വിഗ്രഹം മോഷ്ടിച്ച ആൾ, അത് കൈമാറിയെന്ന് അവകാശപ്പെടുന്ന രാജീവൻ, അവർ രണ്ടുപേരും പറഞ്ഞ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സർ, അവർ ക്രിമിനലുകളാണ്. അപ്പോ അവർക്കൊരു കാര്യം ആവർത്തിച്ച് പറയാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞു തീർത്തില്ല. ഈ കേസിന്റെ രീതി അങ്ങനെ ആയതുകൊണ്ട് ഒരു കാരണവശാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പാടില്ലെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന കർശന നിർദ്ദേശം. സാർ, സാർ എന്തായി പറയുന്നത്? ഒരു തെറ്റും ചെയ്യാതെ അച്ഛൻ എന്തിനാ ഈ സ്റ്റേഷനിലിരിക്കുന്നത്? ഇത്തരം ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരവൊന്നും ഉണ്ടാവില്ല എന്ന് അഡ്വക്കേറ്റിന് നന്നായി അറിയാം. ബട്ട്
നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യത്തിന് ശ്രമിക്കാവുന്നതാണ്. സർ പ്ലീസ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു കാരണവശാലും സ്റ്റേഷൻ ജാമ്യം നടക്കില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം, സൂര്യയുടെ അച്ഛൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം സമയം അദ്ദേഹത്തിന്റെ നേരെ ഒരു മോശം വാക്കുപോലും ഇവിടെ ആരും ഉപയോഗിക്കില്ല. അതെന്റെ ഗ്യാരണ്ടിയാണ്. ആ സൂര്യ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ചെന്ന് കാണാം. അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ. ഓ ശരി സർ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട്. അച്ഛനെ രക്ഷിക്കാൻ വന്നാണോ മോൻ? എങ്കിൽ ഞങ്ങളെയും കൂടെ കൊണ്ടുപോട്ടാ. രക്ഷപ്പെടുകയാണെങ്കിലേ എല്ലാരും കൂടെ രക്ഷപ്പെടട്ടെ.